ഉത്രാടത്തിൻ്റെ നമ്മുടെ പള്ളിയിൽ ഓണത്തിൻ്റെ മത്സരങ്ങളും ഓണാഘോഷ പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുടുംബത്തോടെ അതിൽ പങ്കെടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർ 3 പേര് മിഠായി വർക്കെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം ആദ്യക്കൂട്ടം മിഠായി ചോദിച്ച് ചെല്ലുന്നു മിഠായി എറിയുന്നതിന് മുൻപ്. മിഠായി എറിയുമ്പോൾ എല്ലാം വാരി എടുത്ത് കയ്യിൽ പിടിക്കണം കേട്ടോ എന്ന് പിള്ളേരെ പഠിപ്പിച്ചാണ് വിട്ടത്. പക്ഷെ നോക്കൂ, 2 എണ്ണം അനങ്ങാതെ നിൽക്കുന്നു. നോക്കൂ, ഒരെണ്ണം പോലും പറക്കിയെടുത്തില്ല. ചെറുതായിരുന്നുള്ളതിൽ ഭേദം അവന് കഴിക്കാനുള്ള 2 എണ്ണം പറക്കിയെടുത്തായിരുന്നു. അങ്ങനെ മിഠായി വർക്കലിൽ മനോഹരമായി പരാജയപ്പെട്ടതിന് ശേഷം ആനിമോളെ കൊണ്ട് പുഞ്ചിരി മത്സരത്തിൽ നിർത്തി. ആ മഞ്ഞ ബ്ലൗസും ചുവന്ന പട്ടുപോടെയാണ് കേട്ടോ ആനിമോള്. അപ്പോൾ അവളോട് ചിരിക്കുന്നു പറഞ്ഞിട്ട് അവൾ ജന്മം ചെയ്താൽ ചിരിച്ചില്ല. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കൂല എന്ന് അവിടെ നിന്ന് തലാട്ടി കാണിച്ചു. എനിക്കിപ്പോൾ ചിരിക്കാനൊരു മൂഡില്ല എന്നുള്ള പോലെയാണ് കുട്ടി നിൽക്കുന്നത്. അവൾ അവിടെ നിന്നുകൊണ്ട് വേറെ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ എന്ന് സെൻസസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സുന്ദരിക്ക് പൊട്ടുവിടാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ മുതിർന്നവർക്കുള്ള ആ മത്സരം സമയക്കുറവ് കാരണം ക്യാൻസൽ ചെയ്തു. കുട്ടികൾക്ക് മാത്രമേ നടത്തിയുള്ളൂ. അതേസമയം ജോലിക്ക് പോയി എൻ്റെ കെട്ടിയൻ ജോലി ഉച്ചയ്ക്ക് നിർത്തി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദമ്പതികൾക്കുള്ള തീറ്റ മത്സരത്തിൽ പങ്കെടുത്തു. നല്ല പച്ചക്കറികൾ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഏറ്റവും ആദ്യം മുഴുവൻ കഴിച്ചു തീർക്കുന്ന കപ്പിൾസിനാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വിജയകരമായി എല്ലാ പച്ചക്കറിയും ചവച്ചരച്ച് കഴിച്ച് നമ്മൾ ഫസ്റ്റ് പ്രൈസ് നേടിയെടുത്തിരിക്കുകയാണ്. പിള്ളേർക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്താ അപ്പനമ്മയ്ക്ക് സമ്മാനം കിട്ടിയല്ലോ. അങ്ങനെ വളരെ അടിപൊളിയായിട്ട് ആ ദിവസം ആഘോഷിച്ചു കേട്ടോ.